മുംബൈ ജേഴ്സിയിൽ 100 മത്സരങ്ങൾ. ജയ്പൂരിൽ ഇന്നലെ രാജസ്ഥാനെതിരെ കളത്തിലിറങ്ങുമ്പോൾ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ വലിയൊരു നാഴികക്കല്ലിൽ തൊട്ടു. രോഹിത്തും ഹർഭജനും ലസിത് മലിംഗി അടക്കമുള്ള ഇതിഹാസങ്ങൾ അണിനിരക്കുന്ന പട്ടികയാണത്. മുംബൈ ഇന്ത്യൻസിന്റെ കുപ്പായത്തിൽ 100ാം മത്സരം പിന്നിടുന്ന 7ാമത്തെ മാത്രം താരമാണ് ഹാർദിക്. എന്നാൽ മുംബൈ നായകന് സന്തോഷിക്കാൻ ഇക്കുറി വകയൊന്നുമില്ല. ടീം വീണ്ടും ഒരിക്കൽ കൂടി ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. 8 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 3-3 ജയമാണ് ടീമിന്റെ അക്കൗണ്ടിലുള്ളത്. 5 തവണ അമ്പെ പരാജയപ്പെട്ടു. ഗുജറാത്ത് ടൈറ്റൻസിനെ 2 തവണ ഫൈനലിലെത്തിക്കുകയും 1 തവണ കിരീടമണിയിക്കുകയും ചെയ്ത ഹാർദിക് തന്നെയാണോ ഇതെന്ന് ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു ക്രിക്കറ്റ് വിശാരദരും ആരാധകരും. ഒരു കളി തോൽക്കുന്നു, കളിക്ക് ശേഷം നിങ്ങൾ മനോഹരമായി പുഞ്ചിരിക്കുന്നു, അടുത്ത കളി ഇതേ അസംബന്ധങ്ങൾ ആവർത്തിക്കുന്നു. ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. മുംബൈ രാജസ്ഥാൻ മത്സരത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ ബോളിംഗ് ഇതിഹാസം ഡെയിൽ സ്റ്റെയിൻ ഹാർദിക്കിനെ പരോക്ഷമായി വിമർശിച്ച് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇക്കുറി മുംബൈയുടെ പല തോൽവികളിലും ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്ക് നിർണായക റോളുണ്ട്. പലപ്പോഴും ഹാർദിക്കിന്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ താരങ്ങളടക്കം നിരവധി പേർ രംഗത്തെത്തി. നിർണായക നിമിഷങ്ങളിൽ രോഹിത് ശർമ്മ അനൌദ്യോഗികമായി മുംബൈയുടെ ക്യാപ്റ്റൻ റോൾ ഏറ്റെടുക്കുന്ന കാഴ്ച ആരാധകർ പലവരും കണ്ടു. ഫീൽഡ് ഫോർമേഷനിലടക്കം ഹാർദിക്കിന് പിടിച്ചപ്പോൾ രോഹിത് തിരുത്തുകളുമായി എത്തി. പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ വിജയിച്ച മത്സരത്തിൽ ഹാർദിക്കിനെ അവഗണിച്ച് രോഹിത്തിന്റെ നിർദ്ദേശങ്ങൾ സാഗൂതം കേട്ടുനിൽക്കുന്ന ആകാശ് മധുവാളിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഹാർദിക് എന്ന ക്യാപ്റ്റനിൽ സഹതാരങ്ങൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണിതൊക്കെ എന്നാണിപ്പോൾ ആരാധകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനെതിരായ മത്സരത്തിൽ കമന്ററിക്കിടെ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ഈ സംഭവത്തെക്കുറിച്ച് മനസ്സ് തുറന്നു. കളി സമ്മർദ്ദഘട്ടത്തിലാണ്. ആകാശ് മധുവാളിന് മുന്നിൽ രോഹിത്തും ഹാർദിക്കുമുണ്ട്. ഇരുവരും ഫീൽഡ് ഫോർമേഷനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. മധുവാളാകട്ടെ രോഹിത്തിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ ക്യാപ്റ്റനെ കുറിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണിത് സംഭവിക്കുന്നത്. ഇത് മാറിയില്ലെങ്കിൽ ടീം വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങും. ഇന്നലെ രാജസ്ഥാനെതിരായ മത്സരത്തിലും മത്സരശേഷവും പ്രത്യേകിച്ച് പാണ്ഡ്യയ്ക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. നിർണായകമായ തീരുമാനങ്ങളൊന്നുമില്ല. ഒടുവിൽ തോൽവി. കളിക്ക് ശേഷം സ്വതസിദ്ധമായ പുഞ്ചിരി. വീണ്ടും പഴയ വർത്തമാനങ്ങൾ. കളിക്ക് ശേഷം ഹാർദിക് തോൽവിയുടെ കാരണങ്ങളായി പറഞ്ഞ പലതും അയാളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. നേരത്തെ നിർണായക വിക്കറ്റുകൾ പലതും വീണപ്പോൾ നമ്മൾ പ്രതിസന്ധികളായിരുന്നു. എന്നാൽ തിലക് വർമ്മയും നെഹാൽ വധേരയും ചേർന്ന് ടീമിനെ കൈപിടിച്ചുയർത്തി. പക്ഷേ ഫിനിഷിംഗിൽ നമുക്ക് വീണ്ടും പാളി. സ്കോർ 200-ലെത്തുമായിരുന്നു. എന്നാൽ വ്യക്തിപരമായി ഞാൻ ആരെയും വിമർശിക്കുന്നില്ല. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, അടുത്ത മത്സരത്തിൽ അവ തിരുത്തുക. ഈ വർത്തമാനങ്ങൾ പാണ്ഡ്യ എത്ര കാലം ആവർത്തിക്കും? 17ാം ഓവറിൽ നെഹാൽ വധേര പുറത്താകുമ്പോൾ ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഇന്നലെ ടീമിന് നൽകിയ സംഭാവന എന്താണ്? കളി 16 ഓവർ പിന്നിട്ട് കഴിഞ്ഞു. തകർത്തടിച്ച് സ്കോർ ഉയർത്തേണ്ട സമയമാണത്. 10 പന്തിൽ 10 റൺസാണ് ഇന്നലെ ഹാർദിക്കിന്റെ സമ്പാദ്യം. ആകെ അടിച്ചത് ഒരു ബൗണ്ടറി. ഒടുവിൽ 19ാം ഓവറിൽ ആവേശ് ഖാന് മുന്നിൽ വീണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ മുംബൈ നായകന്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ആരും കണ്ടില്ല. ഹാർദിക് പാണ്ഡ്യയുടെ പ്രഹരശേഷിയെക്കുറിച്ച് മത്സരശേഷം ഇർഫാൻ പത്താൻ വലിയ ചില ചോദ്യങ്ങൾ ഉയർത്തി. T20 ലോകകപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഹാർദിക്കിന്റെ പ്രഹരശേഷി വലിയൊരു ചോദ്യചിഹ്നമാണ്. വാങ്കഡയിൽ അവൻ വ്യത്യസ്തനാണ്. പക്ഷേ ബോളർമാരെ തുണക്കുന്ന പിച്ചുകളിൽ ഹാർദിക് അമ്പെ പരാജയമാണ്, പത്താൻ പറഞ്ഞു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രധാന ഓൾറൗണ്ടർ ഓപ്ഷനായി കണക്കാക്കപ്പെടുന്ന പാണ്ഡ്യയുടെ IPL പ്രകടനങ്ങൾ ഇങ്ങനെ കാണും. 8 മത്സരങ്ങളിൽ 151 റൺസാണ് ഹാർദിക്കിന്റെ ആകെ സമ്പാദ്യം. 21.57 ബാറ്റിംഗ് ആവറേജ്, 142.45 സ്ട്രൈക്ക് റേറ്റ്. ഇത്രയും തന്നെ മത്സരങ്ങളിൽ നിന്ന് ഹാർദിക് ആകെ നേടിയത് 4 വിക്കറ്റുകളാണ്. പല മത്സരങ്ങളിലും കണക്കിന് തല്ലുവാങ്ങിക്കൂട്ടിയ താരത്തിന്റെ ബോളിംഗ് ആവറേജ് 46.5ഉം എക്കോണമി റേറ്റ് 10.94ഉമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹാർദിക് T20 ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഹാർദിക്കിനെ മാറ്റി IPLൽ മികച്ച ഫോമിൽ കളിക്കുന്ന ശിവൻ ദുബെയെ ലോകകപ്പിൽ ടീമിലെടുക്കണം എന്ന് മുറവിളികൾ ഇതിനോടകം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും മുംബൈ നായകന് കാര്യങ്ങൾ അത്രയ്ക്ക് സുഖകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. SSC ജയ്സ്വാളിന്റെ സെഞ്ചുറിക്കരുത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 9 വിക്കറ്റിനാണ് രാജസ്ഥാൻ ഇന്നലെ തകർത്തത്. മുംബൈയുടെ വിജയലക്ഷ്യമായ 180 റൺസ് 8 പന്തുകൾ ബാക്കി നിൽക്കെ 1 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ അനായാസം മറികടന്നു. 60 പന്തിൽ 9 ഫോറും 7 സിക്സും സഹിതം 104 റൺസുമായി ജയ്സ്വാൾ പുറത്താകാതെ നിന്നു. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 28 പന്തിൽ 2 ഫോറും 6ഉം സഹിതം 38 റൺസുമായി മികച്ച പിന്തുണയാണ് ജയ്സ്വാളിന് നൽകിയത്. ജോസ് ബട്ട്ലർ 35 റൺസ് എടുത്ത് പുറത്തായി. പരിക്കുമാറി ടീമിലേക്ക് മടങ്ങിയെത്തിയ സന്ദീപ് ശർമ്മയുടെ 5 വിക്കറ്റ് മികവിലാണ് ആതിഥേയർ മുംബൈയെ 179 റൺസിൽ ഒതുക്കിയത്.